ജോസ് കെ മാണി സാറിന്റെ വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഹായ്. ഒരു ഓണത്തിന്റെ ഒരു കളറ് മൊത്തത്തിലുണ്ടല്ലേ? ഓണമാണല്ലോ. അതിന്റെ ഒരു ഹാപ്പിനെസ്. നമ്മുടെ ഒരു രാഷ്ട്രീയക്കാരുടെ ജീവിതത്തിനകത്ത് ലൈറ്ററായിട്ട് നമുക്കിങ്ങനെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താ ശരിക്കും അവിടെ സംഭവിക്കണേ? ഈ ഗൗരവമുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് പറയുമ്പോൾ ലൈറ്റായിട്ടുള്ളൊരു മനുഷ്യനുണ്ടാവുമല്ലോ, അത് സെർച്ച് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാണി സാറ് ഭയങ്കര കടുപ്പത്തിൽ സംസാരിക്കുകയും ഭയങ്കര ഫൈറ്റർ ആയിരുന്നു. പച്ചയായിട്ട് ഞങ്ങൾ എന്താണോ അകത്ത് അത് തന്നെ പുറത്തും. അല്ല, മാണി സാറിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സാറിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു പൊളൈറ്റായിട്ട് തന്നെയാണ് എപ്പോഴും അത് മീഡിയ അഡ്രസ്സ് ചെയ്യുമ്പോൾ പോലും അത് സൂക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട്. ടെമ്പർ തെറ്റിയാൽ പോലും അത് കാണിക്കാതിരിക്കാനുള്ളൊരു ഇത്, അത് എങ്ങനെയാണ് ആ ഒരു മിടുക്ക് പഠിച്ചതെന്നുള്ളത്? ഞാൻ പഠിച്ചതും എൻ്റെ പിതാവിൻ്റെ തന്നെ, അച്ചാച്ചൻ്റെ അടുത്തും തന്നെയാണ്. കാരണം വാക്കുകളിൽ ഷാർപ്നെസ് കാണും, ചിലപ്പോൾ നിലപാട് ഉറപ്പിച്ച് പറഞ്ഞു കാണും, ചിലപ്പം ശബ്ദം കൂട്ടി പറഞ്ഞു കാണും. പക്ഷേ ഒരിക്കലും ഒരു പരിധി വിട്ട് ആക്ഷേപിക്കുന്നതോ പരിഹസിക്കുന്നതോ അല്ലെങ്കിൽ കെട്ടുകഥകൾ പറയുന്നതോ നുണക്കഥകൾ പറയുന്നതോ വ്യക്തിഹത്യ ചെയ്യുന്നതോ ഒരിക്കലും നടന്നിട്ടില്ല. ഞാൻ ആ അതേ പാതയിൽ തന്നെയാണ്. നമ്മളെ ബാക്കിയുള്ളവരെ ചുമ്മാ വിമർശിച്ച് അനാവശ്യമായി വിമർശിച്ച് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളെ പ്രഷർ കൂട്ടാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു കാര്യമില്ല. അപ്പം വാട്ട് ഈസ് ഇൻസൈഡ് ഐ ആം ഔട്ട്സൈഡ് ഓൾസോ. അതാണോ നമ്മളൊക്കെ അല്ല, അതാണോന്ന് പരിശോധിക്കാൻ വേണ്ടി ഇവിടെ വന്നത്. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കും, അതെ, മനസ്സിലാക്കി എടുക്കും. ഇതൊരു സൈക്കോളജിക്കൽ യാത്രയായിട്ട് കരുതുക. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഈ മനുഷ്യനെ കൂടെ മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കും. അപ്പം നിങ്ങൾ രണ്ടുപേരെയും ഇഷ്ടമാണ് എല്ലാവർക്കും. ഈ സോഷ്യൽ വർക്കിനകത്തൊക്കെ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിലൊക്കെ മനസ്സിലാക്കുമ്പോഴും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് എപ്പോഴും നമ്മൾ അറിയാൻ ശ്രമിക്കും. അതങ്ങനെയാണ് രാഷ്ട്രീയക്കാരുടെ ജീവിതത്തിൽ മാത്രമല്ല, സെലിബ്രിറ്റീസിൻ്റെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത്, ഈ പറയുന്നത് പോലൊരു സിങ്കൊക്കെ ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനല്ല. ഞാൻ പക്ഷെ അങ്ങനെ ചെയ്യില്ല കേട്ടോ. അപ്പോൾ വളരെ കാലമായിട്ട് എന്താ പറയുക, കേരള കോൺഗ്രസിൻ്റെ നെടുത്തൂണായിട്ട് നിന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തേക്കൊരു ഷിഫ്റ്റ് വരുമ്പോൾ ഒരുപാട് ഒരുക്കങ്ങൾ നടത്തണം. അപ്പോൾ ആരായിരുന്നു ശരിക്കും ഇതിനെ ഒന്ന് ബിൽഡ് ചെയ്ത് ഈ തരത്തിൽ മോൾഡ് ചെയ്ത് എടുത്തേക്കണം? അല്ല, മോൾഡ് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ കുടുംബത്തിൽ ജനിച്ചപ്പോൾ തന്നെ രാഷ്ട്രീയ കുടുംബത്തിലേക്കാണ് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ കണ്ട് വളർന്ന ഒരാളാണ്. രാവിലെയും വൈകിട്ടും എപ്പോഴും ഈ വാതുകൾ തുറന്ന് പാതിരാത്രിക്ക് വരുന്നു, ചിലപ്പം ബഹളം വെച്ച് വരുന്നു, ചിലപ്പോൾ ചിരിച്ചു വരുന്നു, ചിലപ്പോൾ വിഷയങ്ങളായിട്ട് വരുന്നു. ഇതെല്ലാം എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് കണ്ട് ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോഴുമൊക്കെ ഞാൻ പലപ്പോഴും യോഗങ്ങളിലൊക്കെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാറിൻ്റെ പുറയിൽ, അല്ലെങ്കിൽ അന്ന് പണ്ട് കാലത്ത് ജീപ്പ് ഉണ്ടായിരുന്നപ്പോൾ ജീപ്പ് ഇടുക്കിക്ക് പോകുമ്പോഴൊക്കെ ജീപ്പേലാവും. അപ്പോൾ ജീപ്പിൻ്റെ പുറയിലൊക്കെ കിടന്ന് ഉറങ്ങി ഇരുന്ന് അപ്പോൾ ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, മാണി സാറിൻ്റെ അടുത്ത് പ്രസംഗിക്കാൻ പോകുന്നു. എനിക്കറിയാം മിനിമം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ പ്രസംഗിക്കും. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും പെട്ടെന്ന് തീർക്കണേ, കാരണം വീട്ടിലേക്ക് തിരിച്ചു പോകണമല്ലോ. പക്ഷെ അതെല്ലാം കണ്ട് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് കണ്ടപ്പം അതിനകത്തൊരു മോൾഡിങ് എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ കുടുംബം തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയ കുടുംബത്തിലാണെങ്കിലും രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ കല്യാണം കഴിക്കില്ലായിരുന്നു, അങ്ങനെയല്ലേ സ്റ്റാൻഡ്? ശരിക്കും അങ്ങനെയല്ല. എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല. ആ രാഷ്ട്രീയക്കാരെ അങ്ങനെ അറിയത്തുമില്ല, നമ്മളങ്ങനെ ഇടപെട്ടിട്ടുമില്ല. അപ്പം അന്വേഷിച്ചപ്പം ജോ രാഷ്ട്രീയത്തിൽ ഇറങ്ങത്തില്ല എന്നുള്ള രീതിയിൽ ഉള്ളൊരിതായിരുന്നു. അപ്പം അതൊരു പ്ലസ് പോയിന്റ് എന്നുള്ള രീതിയിലായിരുന്നു അന്ന്. പക്ഷെ ഇന്നിപ്പം ഞാൻ നോക്കുമ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ജീവിതം പോകുന്നത്. ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. അപ്പൊ ജോ ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് പോകുന്നു, ഞാൻ പുറകെ ആ പ്ലാനിനൊപ്പം നീങ്ങുന്നു. ഇത്രയേ ഉള്ളൂ. അല്ല, പുറകെ അല്ല, സ്വന്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. എന്റെ പുറകെ വരണ്ട, അത് എന്താണോ തീരുമാനം അതനുസരിച്ച്, എന്താണോ ഇഷ്ടം അതനുസരിച്ച് പോകട്ടെ. ഈ കുടുംബത്തിന്റെ പൊളിറ്റിക്സ് എന്നുള്ള സ്പെല്ലിങ് അറിയത്തില്ലായിരുന്നു. അപ്പം ഇത് എന്താണ്, വെള്ളം ഇടുന്നത് എന്തിനാണ്, അതല്ലെങ്കിൽ എങ്ങനെയാണ്, അതെങ്ങനെയാണല്ലോ. ചിലപ്പോൾ കല്യാണത്തിന് ഒരാൾ വിളിച്ച് വരുമ്പം ഞാൻ നോക്കാം എന്ന് ചിലപ്പോൾ നമ്മളത് പറയുമല്ലോ, ചിലപ്പോൾ അന്ന് കാണുകയില്ലായിരിക്കും. അപ്പോൾ സത്യമായിട്ട് നേരെ അങ്ങ് മുഖത്ത് നോക്കി പറഞ്ഞാൽ പോരായിരുന്നോ, അന്ന് ഞാൻ കാണുകയല്ല വരികയില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ, നോക്കണം, നമ്മൾ ശ്രമിക്കണമല്ലോ. ആ കൂട്ടത്തിൽ പറഞ്ഞപ്പോഴാണ് ഈ രാജ്യം മുഴുവനും 1 ഇന്ത്യ 1 റിവർ 1 വുമൺ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. അപ്പം പുറകെ അല്ല എന്നുള്ള ഞങ്ങൾക്കെല്ലാം ബോധ്യപ്പെടുന്നത് തന്നെ അത് അങ്ങനെയായിരുന്നു. അല്ല, പുറകെ ഞാൻ ഉദ്ദേശിച്ചത് ജോയുടെ പൊളിറ്റിക്കൽ ഇതിൽ ഞാൻ ആ സ്പേസിലില്ല, അവിടെ ഞാൻ പുറകെയാണ്. പിന്നെ തീർച്ചയായിട്ടും ജോസും ഞാനും, ഞങ്ങൾക്ക് 2 പേർക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ട്, ഞങ്ങൾ അത് വെച്ച് മുമ്പോട്ട് പോകുന്നു. പക്ഷെ we are still together as one. അതേ പറ്റിയിട്ടാണ് അതല്ല, ഓൾദോ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന, ഡിഫറെൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ പോലും നമ്മൾ ഒരുമിച്ച് തന്നെയാണ് മുമ്പോട്ട് നീങ്ങുന്നത്. നമുക്ക് ഒരുമിച്ചിരുന്ന് ആ കാര്യങ്ങൾ ഒരുമ
അങ്ങനെ തന്നെ നിലനിർത്തുമോ ഇല്ലെങ്കിൽ അത് തന്നെ നിലനിൽക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. തൽക്കാലം നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഓക്കെ, ഇരിക്കാം. ഒരുമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്നെ ട്രോൾ ചെയ്തതായിരുന്നു. ഒരുമ രജനീഷായിട്ട് തകർക്കരുത്. ഞാനില്ല, ഞാൻ വിചാരിച്ച നടക്കില്ല, നിങ്ങൾ ഇത്രയും നടക്കത്തില്ല. പക്ഷെ ഇങ്ങനെ രജനീഷ് ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് ചോദിക്കുമ്പോ അറിയാതെ എങ്ങാനും പറഞ്ഞു പോയാലോ എന്നുള്ളത്. ഞാൻ എങ്ങനെ ചോദിക്കില്ല. ഏതായാലും ജോയുടെ സൈഡിൽ നിന്നൊന്നും ഒരിക്കലും ഭയങ്കര ശാന്തമായ ഒരാളാണ്. സൈഡിൽ ഒന്നും ഹിഡൻ ഇല്ല, അതാണ് എന്റെ പ്രശ്നം. പക്ഷെ എങ്കിലും ഈ സമാധാനത്തോടു കൂടി തന്നെ എപ്പോഴും സംസാരിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് അല്ലേ? അത് ഭയങ്കര ടാസ്ക്കാണ്. അതെങ്ങനെ പഠിക്കാന്നുള്ള അല്ല, അത് ഈ പറഞ്ഞ പോലെ റിയൽ പേഷ്യൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ അടുത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരെന്ന നിലയ്ക്ക് പുറത്തിറങ്ങുമ്പോൾ ഒന്ന് നിവേദനമായിരിക്കും, പ്രോബ്ലമായിരിക്കും, വിഷമമായിരിക്കും, പ്രയാസമായിരിക്കാം, പാർട്ടിയുടെ പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് വളരെ പേഷ്യൻറ്റോടുകൂടി നമ്മൾ സംസാരിക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് റിയലി ഒരു ഈ പറഞ്ഞ പോലെ അതൊരു ടഫ് ജോബാണ്, റിയലി ഒരു ടഫ് ജോബാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ എഫക്റ്റീവ് ആവുകയും ചെയ്യണം. അതിനേലും ടഫർ വീട്ടിൽ വന്ന് ഇതുപോലെ ശാന്തമായിട്ട് ഇതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോഴേ അതുപോലെ ശാന്തമായിട്ടിരിക്കണ്ട, പിള്ളേരുടെ മുമ്പിലും ഭാര്യയുടെ മുമ്പിലും അവരെ സമാധാനിപ്പിച്ച് ഒരുമിച്ച് കൊണ്ടുപോകട്ടെ. അപ്പൊ ഇതെവിടെയാ പൊട്ടിക്കുക അവസാനം? പൊട്ടിക്കുന്നത് തന്നെ റൂമിനെങ്ങാനും കയറുന്ന പൊട്ടിക്കാൻ നടക്കുള്ളൂ. രാവിലെ ഇച്ചിരി ഒരു മെഡിറ്റേഷൻ, പ്രാർത്ഥന, ബൈബിൾ റീഡിങ്, മെഡിറ്റേഷൻ, യോഗ, ഇതെല്ലാം കൂടെ എനിക്ക് തോന്നുന്നത് ഈ സമയത്താന്ന് തോന്നുന്നു എല്ലാം അങ്ങ് ഇറങ്ങി പോകുന്നത്. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് അതിൽ കൂടുതൽ സമയം കിട്ടത്തില്ല. അന്നേരത്തേന് ആളുകൾ വരും, കാണും, പിന്നെ നമുക്ക് പത്രം വായിക്കണം, പെട്ടെന്ന് കുളിക്കണം, ഇതൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അത് അത്ര മതി എന്നാ എനിക്ക് തോന്നുന്നത്. കാരണം അതാന്ന് തോന്നുന്നു ജോയുടെ ഒരു. പക്ഷേ ഈ നമ്മൾ ചില സിറ്റുവേഷൻസിൽ നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പം എങ്ങനെയാണ് ബ്രീത്ത് ചെയ്ത് മാനേജ് ചെയ്യുമോ? നമ്മളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിടിക്കും, എന്നിട്ട് നമ്മൾ അഥവാ എല്ലാ തരത്തിലും അഭ്യാസങ്ങളൊന്ന് കാണിക്കും. പക്ഷേ ഒരു ഇതുള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നുള്ളത് നമ്മുടെ പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരുമായിട്ട് കുറച്ചുകൂടി ഒരു കാൻഡിഡാണ്. കാരണം കാൻഡിഡ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ തുറന്നു പറയും ഇതിങ്ങനെയാണ് എന്നുള്ളത്. ചിലപ്പം മറ്റ് സ്ഥലങ്ങളിലൊക്കെ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാർ കുറച്ചുകൂടെ ഒന്ന് എന്താണ് അത് ഹൈഡ് ചെയ്ത് സംസാരിക്കുമായിരിക്കും, അവർക്ക് എന്ത് തോന്നുമെന്നുള്ളത്. എനിക്ക് തോന്നുന്നത് പക്ഷേ പാർട്ടിയുടെ അതിൻ്റെ ഒന്ന് ആ സംഘടനാബലം ഒരുമിച്ച് കൊണ്ടുപോകാൻ നിങ്ങളിത് ചെയ്യുന്നുണ്ട് എന്ന ആദ്യത്തെ അപ്രിസിയേഷനും, ഇതൊന്നും ചെയ്യുന്നില്ല മുമ്പിൽ വന്നു ഇത് ഈ പ്രവർത്തനം ഇല്ല എന്നുണ്ടെങ്കിൽ അത് അവരറിയുന്ന രീതിയിൽ ഭാഷയിൽ ഞാൻ സാധാരണ പറയാറുണ്ട്. അത് ആരാണേലും, അത് എനിവൺ, ഈവൻ ഇപ്പോൾ വലിയ ഹൈ ലെവലിലുള്ള ആൾക്കാരായിരിക്കാം, MLA ആയിരിക്കാം, ജില്ലാ പ്രസിഡൻ്റ് ആയിരിക്കാം, ഇതായിരിക്കാം, ഞാൻ കറക്റ്റായിട്ട് പറയും. അത് പബ്ലിക്കായിട്ട് ഹ്യൂമിലേറ്റ് ചെയ്യുന്ന രീതിയിലല്ല, പക്ഷേ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അത് പറയാറുണ്ട്. അപ്പോൾ അത് കുറച്ച് നമ്മളെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കും. പിന്നെ പൊതുജനങ്ങളാണ്, പൊതുജനം വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വലിയ പ്രതീക്ഷയല്ല വരുന്നത്. അപ്പം ചിലപ്പം കാര്യം സാധിക്കണമായിരിക്കും, ചിലപ്പം അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു നല്ല വാക്ക് പറയുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് പറയുന്നതോടൊപ്പം തന്നെ കുറച്ചുകൂടെ കാൻഡിഡ് ആവും. കാരണം ഇത് ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് ഉള്ള ചിലപ്പോൾ നമ്മൾ പറഞ്ഞു പോകും. അത് പറയുന്നതിനാന്ന് വെച്ചാൽ നാളെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും. അത് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവുക. ചിലപ്പോൾ ചില നേതാക്കന്മാർ എൻ്റെ കൂടെയുള്ളവർ പറയാം എന്തിനാണ് പറയുന്നത്, ഞാൻ നോക്കാം, തീർച്ചയായിട്ടും ചെയ്യാം എന്നല്ലേ. അപ്പം ഞാൻ പറഞ്ഞു അതല്ല, അവർ തിരിച്ചു പോയി കഴിയുമ്പോൾ നടന്നില്ലല്ലോ എങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞാൻ തീർച്ചയായിട്ടും ക്ഷമിക്കും, പക്ഷേ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതിനകത്തുണ്ട്, അതൊന്നും മനസ്സിൽ വെച്ചോണം. ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യാന്നുള്ളത്? ആക്ച്വലി ചോദിച്ചിട്ടില്ല. നമുക്ക് പറയാനുള്ളതെല്ലാം നമ്മളങ്ങ് ഡൗൺലോഡ് ചെയ്ത് പറയാം. ഞാൻ മാനേജ് ചെയ്ത് പോകുന്നത്. ഇതിപ്പോ ചോദ്യം ചോദിച്ചപ്പോ ഞാനിങ്ങനെ ആലോചിക്കാം, നേരാണല്ലോ ജോ, എവിടെയാണ് നമ്മുടെ ഒരു പ്രഷർ കുക്കർ എപ്പോഴും എവിടെയെങ്കിലും ഒന്ന് ചീറ്റണമല്ലോ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോ എനിക്ക് നോക്കിയ ജോയുടെ രാവിലത്തെ ആ ഒരു പ്രാർത്ഥനയും ആ ഒരു യോഗ 15 മിനിറ്റ് ആയിക്കോട്ടെ എത്രയാണെങ്കിലും എനിക്കൊന്ന് അതാന്ന് തോന്നുന്നു ജോനെ ഇങ്ങനെ പീസ്ഫുൾ ആക്കുന്നത്. പക്ഷേ നിഷ മാം അങ്ങോട്ട് കൊടുക്കുന്നത് എങ്ങനെയാ, ആ ഫ്രസ്ട്രേഷൻ എങ്ങനെയാ മാറ്റുക? ഞാൻ പറയാനുള്ള എല്ലാം പറയും. ജോയുടെ അടുത്താണെങ്കിലും മറ്റേ എനിക്ക് പുറത്തുണ്ടായ ചിലപ്പോൾ മോശം അനുഭവങ്ങൾ അതൊക്കെ ഞാൻ ജോയുടെ അടുത്ത് ജോ എന്നും പറഞ്ഞ് ഞാനങ്ങ് എല്ലാം തുറന്നു പറയും ജോയുടെ അടുത്ത് പറയും. അതും കൂടെ താങ്ങണം. അതെ, അതുകൂടെ താങ്ങണം. പക്ഷെ ജോ ഉണ്ടല്ലോ ഭയങ്കര നല്ല രീതിയിൽ ഇങ്ങനെ, അപ്പൊ പിള്ളേർക്ക് ചിരി വരും ചിലപ്പം. കാരണം ചിലതൊക്കെ വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള സില്ലി ആയിട്ടായിരിക്കും അവർക്ക്. അന്ന് അവരുടെ പ്രശ്നം വരുമ്പോഴത്തേക്കിനും അത് ഒരു സില്ലി അല്ല. പക്ഷെ അത് ഞാനിങ്ങനെ ജോയുടെ അടുത്ത് പറയുമ്പോൾ ജോ ഇങ്ങനെ പേഷ്യൻസോട് കൂടി ഇങ്ങനെ സംസാരിക്കുമ്പോഴേ
എനിക്ക് ആക്ച്വലി ഞാൻ ആലോചിക്കുന്ന അച്ചാച്ചൻ ഇതുപോലെ തന്നെയായിരുന്നു. അമ്മയുടെ അടുത്ത് വരുമ്പോഴത്തേക്കിനും അമ്മ എന്ത് പറഞ്ഞാലും കൊച്ചു കാര്യം തൊട്ട് വലിയ കാര്യമാണ് അച്ചാച്ചൻ വളരെ ആണോ കുട്ടിയമ്മേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒന്നും അറിയാത്ത മട്ടിൽ. അപ്പം ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കും ചിലപ്പോൾ ജോം അതേ രീതിയിൽ എൻ്റെ അടുത്ത് പറയുമ്പം എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ഇത് ജോ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ലെറ്റ് മീ എൻജോയ് ഇറ്റ്.